നമസ്കാരം. വീണ്ടും ജ്യോതിഷ ദീപ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം, MC റോഡ്, കൂത്താട്ടുകുളം. പ്രേക്ഷകരെല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോകൾ ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 27 നക്ഷത്രങ്ങളിലെയും 2026 ഫലങ്ങൾ, അങ്ങനെ ഉള്ള നക്ഷത്ര ഫലങ്ങളും അതോടൊപ്പം തന്നെ യന്ത്രങ്ങളെക്കുറിച്ചുള്ളതും ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുൻ വീഡിയോകൾ എല്ലാ പ്രേക്ഷകരും കാണാൻ ശ്രമിക്കുക. എന്താണ് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, ധനുമാസം വിട്ട് മകരത്തിലേക്ക് സൂര്യൻ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മകരമാസം വരാൻ പോവുകയാണ്. ഈ മകരമാസത്തിൽ രക്ഷപ്പെടുവാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളിൽ 12 കൂറുകളിൽ ഏതെല്ലാം കൂറുകാരാണ് എന്നുള്ളതാണ്. ഈ മാസം മകരത്തിൽ പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ മാറ്റമുള്ളത് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്കാണ്. ഏതാണ്ട് 1 വർഷക്കാലം നിൽക്കുന്ന വ്യാഴവും 2.5 വർഷക്കാലം നിൽക്കുന്ന ശനിയും 1.5 വർഷത്തോളം ഒരേ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന രാഹുകേതുക്കൾക്കും സ്ഥിരമായ ഗ്രഹങ്ങൾക്കൊന്നും മകരമാസത്തിൽ രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അത് വച്ചിട്ട് ചാരവശാലുള്ള നിങ്ങളുടെ ഓരോ നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ, ഏതൊക്കെ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാൻ യോഗമുണ്ട്, ഏതെല്ലാം നക്ഷത്രക്കാരിൽ ദോഷങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദോഷങ്ങൾ ശക്തി പ്രാപിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർക്ക്, ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്തും ഒക്കെ അറിയിക്കണം. അഭ്യുദയകാംക്ഷികളിലേക്ക് ഷെയർ ചെയ്തും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചർച്ചാ വിഷയത്തിലേക്ക് കടക്കാം. മേടക്കൂറുകാർക്ക് സൂര്യനും ചൊവ്വയുമൊക്കെ 10ലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം, അശ്വതി ഭരണി കാർത്തിക കാലടക്കം ഉള്ള മേടക്കൂറുകാർക്ക് ഏഴരശനി ദോഷവും വ്യാഴപ്പിഴവും ഉള്ളതിനോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ ദുരിതങ്ങൾ കൂടുവാനും വിഷമങ്ങൾ, പ്രതിസന്ധികൾ, തൊഴിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള യോഗമുള്ള സമയവും കൂടിയാണ് മകരം. അത് സൂര്യൻ 11ലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് സഞ്ചരിക്കുവാനുള്ള യോഗാനുഭവങ്ങൾ ഉള്ള സമയം ആണ് ഈ മകരമാസം സംബന്ധിച്ച് മേടക്കൂറുകാർക്ക്. ഇടവക്കൂറുകാർക്ക് പിതാവുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും പിതാവിൻ്റെ ആരോഗ്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുവാനും ശ്രമിക്കണം. പിതൃസംബന്ധമായ ദോഷങ്ങൾ മാറ്റുവാനും ഈ സമയം മകരമാസത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട രാശിക്കാരാണ് ഇടവ കൂറിൽപ്പെട്ടവർ. ഇടവക്കൂറ എന്ന് പറഞ്ഞാൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകര നക്ഷത്രക്കാര്. മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും അപവാദങ്ങളും മേലാധികാരികളിൽ നിന്ന് ദിഗ്ധാനുഭവങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ണമെന്നുകൂടി മിഥുനക്കൂറുകാര് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ശുഭഭജനങ്ങളൊക്കെ നല്ലതാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ഇപ്പോൾ ഉള്ള സമയത്തേക്കാൾ കുറച്ചും കൂടി ദുരിതമുള്ള സമയത്തിലേക്ക് കർക്കിടകക്കൂറുകാര് മാറുകയാണ്. അതുകൊണ്ട് കർക്കിടകക്കൂറിൽപ്പെട്ടവർ പതിവായി ശിവക്ഷേത്ര ദർശനവും ഭദ്രകാളി ഭജനവും കൃഷ്ണഭജനവും ഒക്കെ ആവശ്യമായി വരികയാണ്. ചിങ്ങക്കൂറുകാരെപ്പെട്ടവർക്ക് സമയം കുറച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് മകരമാസം എന്നുള്ളത്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകാനും മേലാധികാരികളുടെ പ്രീതി നേടുവാനും ഒക്കെ പറ്റിയ സമയം കൂടിയാണ്. ചിങ്ങക്കൂറുകാർ ശത്രുബാധകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി വരുന്ന അവസ്ഥയായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകരമാസം എന്നുള്ളത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇഷ്ടദേവതാരാധനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. മനസ്സിന് അസ്വസ്ഥതകളും മനസ്സിന് ചില ഇച്ഛാഭംഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയവും പുത്രന്മാരെ കൊണ്ട് പറയത്തക്ക ഗുണം കിട്ടാത്ത സമയം കൂടിയായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മകരമാസം എന്നുള്ളത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വാഹനങ്ങളിൽ നിന്ന് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ഏറെ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അവരും പതിവായി ശിവക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുന്നത് ഗുണകരമായി കാണുന്നു. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സമയം കുറച്ച് അനുകൂലമായി ഒരു സമയം കൂടിയാണ്. പൊതുവെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു മാസമായിരിക്കും മകരമാസം എന്നുള്ളത്. അതുകൊണ്ട് ആ സമയം കൂടുതൽ അവർ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ ശ്രമിക്കുകയും
ഈശ്വരാരാധനകളിൽ മുടക്കമില്ലാതിരിക്കാൻ ശ്രമിക്കുകയൊക്കെ വേണം. എന്നാൽ സഹോദരങ്ങളുമായിട്ട് ചെറിയ അല്ലറ ചില്ലറ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വൃശ്ചികക്കൂറുകാർക്ക് മകരമാസത്തിലുണ്ടാകും. ധനക്കൂറുകാർക്ക് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് കടം കൊടുക്കുമ്പോഴൊക്കെ വളരെയേറെ ധനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വിഷ്ണു ഭജനം പതിവായി നടത്തുന്നതും ഗുണകരമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ദേഹാസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. മകരക്കൂർ എന്ന് പറഞ്ഞ ഉത്രാടം, മുക്കാല്, തിരുവോണം, വിട്ടാര അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ദേഹാസ്വസ്ഥതകൾ, ദേഹത്തിലെ അസ്വസ്ഥതകൾ, ശാരീരികമായ സുഖമില്ലായ്മ, വയറിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സമയം കൂടിയാണ്. അതും വളരെയേറെ ശ്രദ്ധിച്ച് അവർ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. പതിവായി അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാണ്ട ശനികൾക്കൊപ്പം തന്നെ ചൊവ്വയും സൂര്യനുമൊക്കെ പ്രതികൂലമായി വരുന്നതുകൊണ്ട് പിതാവിനരിഷ്ടതകളും അധികാരികളിൽ നിന്ന് അപ്രീതിയുമൊക്കെ ഉണ്ടാകുവാനും മൊത്തത്തിൽ മകരമാസം അവർക്ക് ഒരു അത്ര ശുഭകരമല്ലാത്തൊരു സമയമായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മീനക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി അധികാരപ്രീതിയും അധികാരങ്ങൾ കിട്ടുവാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതും മനസ്സിലാക്കിക്കൊള്ളുക. അവരും പതിവായി സുബ്രഹ്മണ്യ ഭജനവും വിഷ്ണു ഭജനവും ശാസ്ത്ര ഭജനവും നടത്തി അവരുടെ ഗുണാനുഭവങ്ങൾ വളരെയേറെ വർദ്ധിപ്പിക്കേണ്ടതായി കാണുന്നു. നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും അസ്ട്രോളജർ വിപിൻ നാരായണൻ, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം, എംസ് റോഡ്, കൂത്താട്ടുകുളത്തിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.